മോന് കൊള്ളാവോ? അടിപൊളി പേര് പുണ്യമനസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്താ ഇങ്ങനെ ഒരു പേരിട്ടെന്ന്. ഈ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് കരഞ്ഞു വിളിച്ചല്ലേ വരുന്നത്. പക്ഷെ എന്റെ കുഞ്ഞ് അങ്ങനല്ലായിരുന്നു. ജയിച്ചു വന്നാല് MLA പോലെ കൈകൂപ്പി തലയ്ക്ക് ചുറ്റി ഒരു ദിവ്യ പ്രഭയോടെ ഡോക്ടറോട് നന്ദി പറഞ്ഞിട്ടാ വന്നത്. അന്നേ ഡോക്ടർ പറഞ്ഞു ഇവനൊരു നല്ല മനസ്സായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ അവന് പുണ്യമനസ്സെന്ന് പേരിട്ടു. ഭയങ്കര കാര്യമോ എന്നെ. എനിക്ക് തിരിച്ചങ്ങനല്ല. ഇവനെ ഓർമ്മ വെക്കുന്ന കാലം വരെ ഞാൻ അവനെ കുങ്കുമപ്പൂ പാലിലിട്ട് കൊടുക്കുമായിരുന്നു. ഓർമ്മ വെച്ചപ്പോ അതങ്ങ് നിർത്തി. കാരണം അവന് മനസ്സിലായി അത് കുങ്കുമപ്പൂ അല്ല തെറ്റിപ്പോവാ. എന്റെ അവസ്ഥയിൽ ഞാൻ അങ്ങനെ കൊടുത്തുപോയി. എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ എന്റെ കുഞ്ഞിന് സാധിച്ചു കൊടുക്കും. എന്നോട് പറഞ്ഞ അമ്മ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ക്രിക്കറ്റ് കോച്ചിന് കൊണ്ടുവിടാവോന്ന്. ഞാൻ കൊണ്ടുവിട്ടു. അവൻ ആ ബാറ്റ് എടുത്ത് ബോളിൽ തട്ടിപ്പോ എനിക്ക് മനസ്സിലായി അവന് ക്രിക്കറ്റ് മാത്രമല്ല വള്ളം തൊഴാനും അറിയാവുന്ന. അങ്ങനെ എല്ലാ കഴിവുകളും ഉള്ള ഒരു കുഞ്ഞ് എന്റേത്. ഇവൻ ജീവിതത്തിൽ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഉറക്കം മാത്രമാണ്. എന്താണെന്നറിയാവോ? പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയും പകലും ഇല്ലാതെ പഠിത്തം ഭയങ്കര പഠിത്തം. പിന്നെ അങ്ങനാണല്ലോ വിദ്യാധന സർവേക്കല്ലിൽ പ്രധാനമെന്നാണല്ലോ. അറിയാവോ? എനിക്കിപ്പോ 30 വയസ്സായി. എങ്ങനെ? 35. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല 40. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പം. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പം എങ്ങനെ ഇരുന്നപ്പം എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. ബാക്കിയോ? സീരിയസ് ആയിട്ട് ഒന്നുണ്ടായിരുന്നു. ആരാത്? ലോലം പി അല്ല ലോലം പി. ഈ ലോലം പീപ്പിയുടെ സംസാരിക്കല്ലേ കേട്ടോ. ലോലം പി അവളെ പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് അവൻ എനിക്കൊരു കൊച്ചു ഊക്കാച്ചി തെങ്ങും തൈവായിട്ട് ഇവിടെ വന്നു. അപ്പൊ നീ അവനെ ഓടിച്ചിട്ട് ചവിട്ടി. അതിനുശേഷം അവൻ എന്റെ മുഖത്ത് പോലും നോക്കത്തില്ല. എന്ത് പോലും ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ ചേച്ചി ചവിട്ടാതിരിക്കും അവന്? എന്റെ ഇച്ചാച്ചി നമ്മൾ അച്ഛന്റെ കുഴിമാടത്ത് നിന്ന് തൈത്തങ്ങ് വിഴുത് ഇവിടെ കൊണ്ടുവന്ന അല്ല ഇച്ചാച്ചി പറ ഉമ്മ ഞാൻ ചോദിച്ചത്. അതിനുശേഷം ഒരൊറ്റ ആമ്പിള്ളാര് എന്റെ ഈ മുഖത്തോട് നോക്കിയിട്ടില്ല. എന്താ കാര്യം? ഏജ് ഓവർ. സാറേ വൃത്തിയോട്ടനോട് കഴിഞ്ഞവണ് പറഞ്ഞതാണ് എന്റെ പുറകെ നടക്കരുത്, എന്നെ ശല്യം ചെയ്യരുതെന്ന്. എന്നിട്ട് ഇയാൾ ഇന്ന് കാണിച്ചതെന്ന് അറിയാമോ? ഞാൻ ബസ്സിൽ പോകുമ്പോഴേ സിനിമാ സ്റ്റൈലിൽ വന്ന് ബസ് തടഞ്ഞു നിർത്തി എന്റെ കൈ പിടിച്ച് വലിച്ചിറക്കിയേക്കണേ. ഞാനിനി ശല്യപ്പെടുത്താൻ വരൂലെന്ന് പറയാൻ ചെന്നതാണ് സാറേ. സാറേ കള്ളുവാണെന്നറിയാളെ ഞാൻ ബസ്സിൽ ഇരിക്കുമ്പോണ്ടല്ലോ വെളിയിൽ താഴെ നിന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്ലൈങ് കിസ് നീക്കണം. എടാ നിന്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് ഇവിടെ പിന്നാലെ നടക്കും ഇവിടെ ശല്യപ്പെടുക ചെയ്യരുത്. നിനക്ക് എന്തിനാ? ഞാൻ ഫ്ലൈങ് കിസ് കൊടുത്തതല്ല സാറേ. നീ എന്ത് പണിയാടി കാണിച്ചതെന്ന് ചോദിച്ചതാ. ചോദിക്കണത് അത് തന്നെയല്ലേ സാർ ഇപ്പൊ ഇയാൾ പറയണത് എന്തെന്നറിയാമോ? നമ്മ തമ്മിലാണ് ഇടപാടുന്നത്. ഞാനിന്ന് സാറേ കരിഞ്ഞൊന്നും ചെയ്യും. സത്യം സാറാണ് സത്യം. എടാ നീ സത്യം പാലിക്കുന്നതാണ് ഇതിന് വേണ്ടില്ല. എന്റെ തല പൊട്ടി പോട്ടെ. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. എന്റെ അപ്പച്ചൻ തല പൊട്ടിയിട്ട് 8 സ്റ്റിച്ചിട്ട് വീട്ടിൽ കിടന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും വന്ന് നോക്കായിരുന്നില്ലേ നിങ്ങൾക്ക്? എങ്ങനെ 8 സ്റ്റിച്ച് വീണ്? വേലക്കാരി ചപ്പാത്തി പലേക്ക് എറിഞ്ഞതല്ലേ? ആ എംബ്രോയിഡറി വർക്ക് കാണാൻ ഞാൻ വരണം. അതിന്റെ ആവശ്യം എനിക്കുണ്ടോ ജാസ്മിൻ? ഫെഡറിക് എന്നെ വിചാരിച്ചിട്ടെങ്കിലും ഒരു സോറി എങ്കിലും പറയാൻ എന്റെ അപ്പച്ചൻ്റെ അടുത്തൊന്ന് വന്നോ? സോറി പറയാൻ നിന്റെ പപ്പ ഇവിടെ ഉണ്ടോ? ഈ ഹൈദരാബാദിൽ നിന്റെ പപ്പ ഉണ്ടോ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. നിന്റെ പപ്പ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഹൈദരാബാദിലെ ഒരു സ്വിമ്മിംഗ് പൂളിലെ പെണ്ണുങ്ങൾ വിക്കിലിട്ട് കുളിക്കാൻ ഇറങ്ങില്ല. എനിക്ക് ഉറപ്പാൻ കൺഫേം ആണ് നിന്റെ പപ്പ ഹൈദരാബാദിൽ ഇല്ല. ഫെഡറിക് പബ്ലിക് ആണ് പ്ലീസ്. എന്നെ എന്റെ മക്കളെയും കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് മാത്രം എന്താ ജോലി നിങ്ങൾക്ക്? എന്റെ ജാസ്മിൻ സാധാരണ ഒരു ജോലിയല്ല എന്റെ ജോലി. സിനിമ അങ്ങനത്തെ ഒരു ജോലി അല്ല ജാസ്മിൻ. സോറി സാർ, മീറ്റർ ഒന്ന് എടുത്തു എന്നാൽ അവൻ പണിയെടുക്കും. നിങ്ങളൊരു അമ്മയാണോ? അങ്ങനെ പറയണ്ട. നിങ്ങളൊരു അമ്മയാണോ? ഇപ്പൊ തുടങ്ങും കള്ളക്കരച്ചില്. ഇപ്പൊ വരും 10 മാസത്തിന്റെ കണക്കിപ്പോ വരും. 9 മാസം നൊന്ത് പറ്റ ഒരമ്മയുടെ മുഖത്ത് നോക്കി ചേച്ചിമാരെ സമൂഹമേ നിങ്ങളിത് സഹിക്കുവോ? കണ്ടോ പറഞ്ഞു കേട്ടോ ഞാനൊരു അമ്മയാണോന്ന്. ഏതമ്മ ഇത് സഹിക്കും? ഇവനെ ഒറ്റ മോനെ പൊന്നെ പൊടിയെ കണ്ണേ കറലേ കാതേ കറന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് സഹിക്കുവോ? ഞാനിതെങ്ങനെ അമ്മയാണോന്ന് എന്റെ മുഖത്ത് നോക്കി എന്റെ പൊന്നു മോൻ ചോദിക്കുക. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നീ അങ്ങനെ എന്നാണ് അല്ല പറഞ്ഞത്. പലരും എന്റെ അമ്മേനെ കണ്ടിട്ട് എന്റെ ചേച്ചിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അമ്മയാണോ എന്ന് ചോദിച്ചു. ശരിയാണോ? അല്ല ചേന പറിക്കുക.
കഴിക്കാൻ എന്തുപടി? ചേട്ടൻ പറിച്ച ചേനുണ്ട് പുഴുങ്ങി തരാം. ഞാൻ ചോദിച്ചു അറിഞ്ഞു. അറിഞ്ഞു തരാനല്ലേ ഭാര്യ ഉള്ളത്. ഫോണിന്ന് വിളിക്കുമ്പം ഇവിടെ ഇരിക്കുന്നവർ വിചാരിക്കും നീ ഞാൻ ഒന്നെങ്കിൽ ചേച്ചി അനിയത്തി, അല്ലെങ്കിൽ കൂട്ടുകാരി, അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ. ഇതൊന്നും അല്ല. ഇവളെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും ഞാൻ ആരാന്നും അവൾ ആരാന്നിട്ടേ. ഞാൻ ആരാടി? ഭാര്യ. ആരുടെ? നിന്റെ ഭർത്താവിന്റെ. നീ ആരാടി? ഭാര്യ. ആരുടെ? നിന്റെ ഭർത്താവിന്റെ.